എൻ്റെ ഈ ചെറുക്കൻ പ്ലാസ്റ്റിക്കിൽ 10-16 വർഷം കൊണ്ട് കിടക്കുക. അവനൊരു വീട് ഇന്ന് വരെ അവർ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. പഞ്ചായത്തുകാരും കൊടുക്കുന്നില്ല, ട്രൈബലുകാരും കൊടുക്കുന്നില്ല, ആരും കൊടുക്കുന്നില്ല. അവനിങ്ങനെ ഒരു വയ്യാത്തവന. അവന് വയറൊക്കെ സാറ് കണ്ടോ? ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വേളിമല ട്രൈബൽ കോളനിയിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും കണ്ടും കേട്ടും നമുക്ക് മടങ്ങി വരാം. മലയോര ജില്ലയായ പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലുള്ള ചിറ്റാർ പഞ്ചായത്തിലാണ് വേളിമല ട്രൈബൽ കോളനി സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി പച്ചപ്പട്ടണിയിച്ച ഒരു മലയോര ഗ്രാമമാണ് ചിറ്റാർ. ഈ ചിറ്റാർ ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ വനാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വേളിമല ട്രൈബൽ കോളനിയിൽ എത്തിച്ചേരാവുന്നതാണ്. 18ഓളം വീടുകളുള്ള ഈ കോളനിയിൽ ഗോത്ര വിഭാഗക്കാരായ മലവേടരും ഉള്ളാടരുമാണ് താമസിച്ചു വരുന്നത്. വനത്തോട് ചേർന്ന പ്രദേശമായതിനാൽ എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. വളരെ സൂക്ഷിച്ചു വേണം യാത്ര ചെയ്യുവാൻ. കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഇടുങ്ങിയ കോൺക്രീറ്റ് പാതകളും ചെളി നിറഞ്ഞ പച്ചമൺ പാതകളും പൊതുവെ ട്രൈബൽ കോളനികളുടെ മുഖമുദ്രകളാണ്. കൂടാതെ ഊരിനുള്ളിൽ കടന്നാൽ നിവാസികളുടെ വേദനിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളും. ഒരു കാലഘട്ടത്തിൽ അതിരുകളില്ലാതെ സ്വാതന്ത്ര്യത്തോട് ജീവിച്ച ഈ മനുഷ്യരുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും എന്നതാണ് യഥാർത്ഥ സത്യം. ഏകദേശം നമ്മൾ കോളനിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി കോളനിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ നമ്മൾ കോളനിക്കകത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് വേളിമല ട്രൈബൽ കോളനി. നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ നേരിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെയുള്ള ജനങ്ങളുമായി അവരെ കണ്ടിട്ട് അവരുടെ വിശേഷങ്ങളും അവരുടെ പ്രതികരണങ്ങളും അവരുടെ ഇല്ലായ്മകളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വേളിമല കോളനിയിൽ നിന്നാണ് പറയുന്നത്. എൻ്റെ വീട് മൊത്തം പോയി കിടക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഞാൻ ഈ പർദ്ദ എല്ലാം മേടിക്കുന്ന കാശ് കൊടുത്ത് ഒന്നും വേണ്ടി പൈസ പോകുന്നത്. ഞാനാണ് രോഗിയുമാണ്. അതുപോലെ തന്നെ എനിക്ക് ഞാൻ അന്നേരം കിട്ടുന്ന കാശ് കൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ അന്നേരം കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് എൻ്റെ ഇതാണ്ട് ഈ വീട് കണ്ടാലും എല്ലാവർക്കും മനസ്സിലാകുന്നത് ഈ പഞ്ചായത്തിൽ നടക്കുന്ന അനുമതി കേടാണ് ഞാൻ ഈ പറയുന്നത്. ആശുപത്രി പോകാൻ പോലും എനിക്ക് നിവൃത്തിയില്ലാതെ ചെയ്യുന്നത്. പഞ്ചായത്തുകാരെന്താ പറഞ്ഞു? ഈ വീടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞു? പഞ്ചായത്തുകാർ പറഞ്ഞു ഇപ്പൊ തരാന്ന് പറയാം. കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇലക്ഷൻ വർക്കിന് ഇറങ്ങുന്നില്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വയ്യാതിരിക്കുന്ന ഈ ശരീരം ഇങ്ങനെ ഇരിക്കുന്ന ആശുപത്രി പോകാൻ പോലും നിവൃത്തിയില്ലാതിരിക്കുന്ന ആളെ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്കിന് ഇറങ്ങുന്നില്ലയോ ചോദിച്ചോണ്ടിരിക്കുന്നത്. നമ്മളിത് മാത്രം ചെയ്താൽ മതി. നമ്മൾക്ക് കിട്ടുന്ന കാശ് കൊണ്ട് നമ്മളെല്ലാം ഈ ചെയ്യുന്നത്. ഈ വയ്യാഴി അവസ്ഥ വെച്ചുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത്, അല്ല മറ്റു മാർഗങ്ങളില്ല. അതെ അതെ. ഇതേണ്ട ശരീരം ഇത് കണ്ടോ ഇതുപോലെ വയ്യാഴിയ ശരീരം മൊത്തം ഉണ്ട്. ഇത്ര ഭാഗങ്ങൾ ശരീരം ആശുപത്രി പോകാൻ പോലും നിവൃത്തിയില്ലാതിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹത്തെയാണ് പല കാര്യങ്ങളും പറഞ്ഞ് നിർബന്ധിച്ച് ജോലിക്ക് വാ അങ്ങനെ വാ ഇങ്ങനെ വാന്ന് പറഞ്ഞ് നിർബന്ധം ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ. അതല്ലേ ശരി? അവിടെ ട്രൈബൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടോ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ രോഗി ആശുപത്രി പോകണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സഹായിക്കുമല്ലോ? അങ്ങനെ വല്ല സഹായങ്ങളുണ്ടോ? ഇല്ല. ശരീരം ഇപ്പം പ്രൊമോട്ടർ വന്ന് സാധാരണ നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് സാധാരണ ആശുപത്രി പോകുന്നതിന് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അത് പ്രൊമോട്ടറാണ് അവിടെ അതുമായിട്ട് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടേ. അങ്ങനെ പ്രൊമോട്ടർ വന്നിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് ആശുപത്രി കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടില്ല ഇതുവരെ? ഇല്ല. അതാ ചോദിച്ചത്. ഇതുവരെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇല്ല.
ഈ അവസ്ഥയിൽ ആശുപത്രി പോകണ്ടേ? പോണം. ആശുപത്രി പോകണം. അത് പ്രൊമോട്ടറെ കണ്ട് പറയണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട പിന്നെ ബില്ല് നമുക്ക് ഈ വീട് മൊത്തം ചോർന്നൊഴിക്കുന്ന ഈ വീടല്ലേ നമുക്ക് നോക്കേണ്ടത്. അന്നേരം നമ്മൾ ആശുപത്രി പോകും, നമ്മുടെ ആരോഗ്യം നമുക്ക് നോക്കണമെന്നുണ്ട്. ഇത് മൊത്തം ചോർന്നൊലിച്ച് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ പോകാനാണ്? ഇത് കണ്ടില്ലേ, ഇതിലെല്ലാം വെള്ളമൊഴുക്കും എല്ലാം പരിപാടിയും വരുന്നത്. ഇത് പിള്ളേർ പഠിക്കുന്നത് പിള്ളേർ പഠിക്കുന്നത് ജില്ലാ മിഷൻകാർ പഠിപ്പിക്കുന്ന സ്കൂളായിട്ടാ. എന്നിട്ടാണോ ജില്ലാ മിഷൻകാർ പഠിപ്പിക്കുന്ന സ്കൂളായിട്ടാണോ ഇങ്ങനെ ഈ ഷീറ്റ് ഇങ്ങനെ കിടക്കുന്നത്? വെറും ഇത് ജസ്റ്റ് സർക്കാരിനെങ്കിലും അല്ലെങ്കിൽ മറ്റ് പിന്നെ ട്രൈബൽ മിഷനെങ്കിലും അല്ലെങ്കിൽ ട്രൈബൽ പിന്നെ ഡിപ്പാർട്ട്മെന്റെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു സ്കൂൾ ഒരു അതെ, ജില്ലാ മിഷൻകാർ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. കണ്ടോ, എല്ലാവരും ഇതൊന്ന് കാണണം. ഇതുണ്ട് പിന്നെ കസേരയൊക്കെ ജില്ലാ മിഷന് കൊടുത്താണ്. ഇതുണ്ട് ഡെസ്കോ കൊണ്ടിട്ട് ഇവിടെ ഇന്ന് ഈ മൺതറയിൽ നിന്ന് പഠിക്കുന്ന പൊടിക്കുഞ്ഞുങ്ങൾ ഈ മൺതറയിൽ ഇരുന്നാണ് ഇവർ പഠിക്കുന്നത്. ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മഴ സമയത്ത്, അതെ, ഈ മഴ സമയത്ത് ഈ വെള്ളമെല്ലാം ഒലിച്ചിനകത്തോട്ട് കയറി ഇവിടെ നിന്ന് വേണം ഈ കുഞ്ഞുങ്ങൾ പഠിക്കാനും കാര്യങ്ങളൊക്കെ. ഈ ഷെഡിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇതെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയേണ്ട ഒരു കാര്യം, എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം. ഇതെങ്കിലും ഈ ഒരു സിസ്റ്റമെങ്കിലും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഈ പ്രദേശമെങ്കിലും ഈ ഒരു റൂമെങ്കിലും ഒന്ന് ക്രമീകരിച്ച് കൊടുക്കാൻ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യണം. എൻ്റെ പേര് സുമതി. ഞങ്ങൾ വേളിമല കോളനിയിലാണ് താമസിക്കുന്നത്. ഇന്ന് വരെ ഒരു ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ കോളനിയിൽ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും ഇവിടെ വരുന്നില്ല. ഒരു പ്രൊമോട്ടറുണ്ട്, പുള്ളി മൊബൈലിലിരുന്ന് ഓരോ കാര്യങ്ങൾ ചില സമയത്ത് പറയും. എന്തായാലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ആൾക്കാരെ എല്ലാം കണ്ട് കേട്ട് പോകും. കഴിഞ്ഞ ദിവസം ഇവിടെ ഡോക്ടർമാർ വന്നു. ഞങ്ങളെല്ലാം ഒരുങ്ങി ചെന്നപ്പോഴത്തേനും അവർ 9 മണിയായപ്പോഴേ ഡോക്ടർമാർ വന്നേച്ച് അവർ പോയി. ഞങ്ങളാരും മരുന്നും തന്നില്ല. അപ്പുറത്തൊരു വീട്ടിൽ ചെന്നു, അവർക്കെല്ലാം മരുന്നും കൊടുത്തു, അവർ പോയി. ഞങ്ങളെ ആദിവാസികൾ വേടന്മാരായ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, മരുന്നും കിട്ടിയില്ല, ഇവരെ ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല. ഞാൻ അന്നേരം അവിടെ വിറ്റത്തൂത്തോടെ നിൽക്കുക. ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നത് കണ്ടുള്ളൂ. ആ വണ്ടി തിരിച്ചു പോയത് പോലും ഞാൻ കണ്ടില്ല. അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളായി ഈ കോളനി നടക്കുന്നത്. ഞങ്ങൾ 2 വിഭാഗക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. 2 വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ വേടന്മാരാണ് ഞങ്ങൾ, മറ്റേവർ ഉള്ളാടന്മാരാണ്. അവരുടെ വീട്ടിലെ ഈ പെണ്ണ് വരും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പിന്നെ കാര്യങ്ങൾ സാധിക്കും. ഞങ്ങളുടെ ഒരു കാര്യങ്ങളും അവൾ സാധിക്കുന്നുമില്ല, എടുക്കുന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ 2-3 വീട് പത്തനംതിട്ടയിൽ നിന്ന് അനുവദിച്ച് വന്ന് ഒരു സ്ത്രീ ഇവിടെ കൊണ്ടുവന്നു. അത് 2 എണ്ണം അവർ ഓർഡറാക്കി. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന, എൻ്റെ ഒരു ഭർത്താവുമായിട്ട് താമസിക്കുന്ന എൻ്റെ ഭർത്താവിനെ അടിച്ചോടിച്ച് വിട്ടേച്ച് ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചാൽ പറഞ്ഞു ഹിന്ദിക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ വാടകയ്ക്ക് എൻ്റെ കൊടുക്കത്തില്ല. എൻ്റെ വീട്ടിൽ ആരെങ്കിലും എൻ്റെ കൊച്ചുമക്കളോ എൻ്റെ ഭർത്താവോ ഒക്കെ എപ്പോഴാണ് കയറി വരുന്നതെന്ന് അറിയത്തില്ല. നാളെ ഒരു സമയത്ത് അവരിവിടെ താമസിക്കാൻ വരുമ്പോൾ പിന്നെ ഇവർ പറയത്തില്ലയോ എൻ്റെ ഭർത്താക്കന്മാരെ ഇവരെന്ന് പറഞ്ഞ് ഇവർ തന്നെ പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ആ വീട് വാടകയ്ക്ക് കൊടുത്തില്ല. അതുകൊണ്ട് എന്നോട് ഇവർക്ക് ഭയങ്കര ദേഷ്യമായി. എൻ്റെ ഈ ചെറുക്കം പ്ലാസ്റ്റിക്കിൽ 10-16 വർഷം കൊണ്ട് കിടക്കുക. അവനൊരു വീട് ഇന്ന് വരെ അവർ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. പഞ്ചായത്തുകാരും കൊടുക്കുന്നില്ല, ട്രൈബലുകാരും കൊടുക്കുന്നില്ല, ആരും കൊടുക്കുന്നില്ല. അവനിങ്ങനെ ഒരു വയ്യാത്തവൻ. അവന് വയറൊക്കെ സാറ് കണ്ടോ, അവൻ വയ്യാത്തവൻ മരുന്നും ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുന്നവല്ല. അവനെ അവർ പുറം തള്ളിയിട്ട ഇപ്പം 2 പേർക്ക് കൊടുത്തിരിക്കുക. അറിയാമോ? അങ്ങനെയൊക്കെ ഉള്ള ഓരോ കേസ് കെട്ടാൻ ഒന്ന് സാറേ. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടി. അതിൻ്റെ ബാക്കി 6 ലക്ഷം രൂപയ്ക്ക് വീട് തന്നതാണ്. 6 ലക്ഷം രൂപ പറഞ്ഞിട്ട് അവരെനിക്ക് 4 ലക്ഷം രൂപയെ തന്നുള്ളൂ. ബാക്കി പൈസയ്ക്ക് ഇന്ന് വരെ ഞാൻ ട്രൈബലുകാരോടും പഞ്ചായത്തുകാരോടും ചോദിച്ചിട്ട് അവരെനിക്ക് തരികയില്ല. ഒന്ന് സാറേ, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളെ വേണ്ടപ്പെട്ടവരെ ഒന്ന് അറിയിച്ച് ഞങ്ങളെ വന്ന് ഒന്ന് കാണാൻ പറ്റിയിട്ട്. സഹോദരന്റെ പേരെന്തുവാ? ബിനീഷ്. ഇവിടെ ഒരു നല്ല അംഗൻവാടി ഉണ്ടോ? ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇവരെല്ലാം തീരുമാനിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒരു പരിപാടി നടക്കുന്നില്ല. ഇങ്ങനെ പോവാ. ഇവിടെ ഈ കോളനി മാത്രമുണ്ട്. ഇവരൊന്നും നേരെ നോക്കുന്ന പോലും ഇല്ല. അപ്പൊ ഇവിടുത്തെ കുട്ടികളൊക്കെ പിന്നെ സ്കൂളിൽ എവിടെയാ പോകുന്ന പഠിക്കാൻ വേണ്ടി? പിള്ളേരെ സ്കൂളിലാണ് വിടുന്നത്. ഇവിടെ ഒരു അംഗൻവാടിയുടെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു അംഗൻവാടിയുടെ ആവശ്യമുണ്ട്. പിള്ളേരൊക്കെ ഇവിടെ പോയി പഠിക്കുന്നു. ഒത്തിരി കുഞ്ഞുങ്ങളില്ലേ ഇവിടെ? ഇവിടെ എത്ര വീട് 10-18 വീട്ടുകാരുണ്ടല്ലേ? ഈ വീട്ടുകാരിലെ പൊടിക്കുഞ്ഞുങ്ങളൊക്കെ അത്ര അങ്ങ് ചിറ്റാറ് അങ്ങ് പോയി കയറ്റം കയറി കാടിനകത്തൂടെ പോയാണ് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു അംഗൻവാടി സ്ഥാപിക്കേണ്ട നിർബന്ധമാണ്. ഒരു അംഗൻവാടി വേണം. അതാ പറഞ്ഞ ഇത്രയും 18 വീടുകളുള്ള ഈ സ്ഥലത്ത് ഒത്തിരി കൊച്ചു കുഞ്ഞുങ്ങളുള്ള സ്ഥലത്ത് ഇവിടുന്ന് കാട് കയറി അതുങ്ങൾ പഠിക്കാൻ പോകുന്നത് ചിറ്റാറ് പോയി വേണം പഠിക്കാൻ. ഇവിടെ അങ്ങനെ ഒരു അംഗൻവാടി പോലും ഇല്ലെന്ന് അവർ പറയുന്നത്. ഈ കോളനി നിവാസികളാണ് ഞങ്ങളൊരു 17 വീട്ടുകാർ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും മുഖ്യമായിട്ടൊരു വിഷയം ഇവിടുത്തെ റോഡാണ്. ഇവിടെ നാട്ടുകാർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് റോഡ് തരികയില്ല. ഈ കോളനിക്ക് ഏറ്റവും കൂടുതൽ നന്നായി പോകാനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിലോമീറ്ററോളം പോകണം ഈ ചിറ്റാറ് ജംഗ്ഷനിൽ പോകാൻ.
50 മീറ്റർ പോലും ഇല്ല. ഇവിടം വരെ റോഡ് ടായോ ഇത് വാർപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഞങ്ങൾക്ക് ഇങ്ങോട്ട് 50 മീറ്റർ അവർ തരികയല്ല. നാട്ടുകാരെ ഏറ്റവും കൂടുതൽ വിഷയം. അപ്പൊ ഇതിന് പഞ്ചായത്തിൽ അറിയിച്ചില്ലേ ഇതിനെ കുറിച്ച്? പഞ്ചായത്തിലെല്ലാം അറിയിച്ചാണ്. അപ്പൊ പഞ്ചായത്തുകാരെന്താ പറഞ്ഞ? നാട്ടുകാരുടെ ഭാഗത്താണോ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണോ? അത് പഞ്ചായത്തുകാർ ഞങ്ങൾക്ക് തരാന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നാട്ടുകാരെ വെറുപ്പിക്കാൻ വയ്യ. നാട്ടുകാരെ അവർക്ക് വെറുപ്പിക്കാനും പറ്റുകയില്ല. അവർക്ക് വോട്ട് വേണ്ടി. അപ്പൊ ഇത് ട്രൈബൽ ഓഫീസിൽ അറിയിച്ചോ ഇങ്ങനെ വഴിയില്ല എന്ന് പറഞ്ഞു? ട്രൈബലും വന്ന് കണ്ടേച്ച് തരാമെന്ന് പറഞ്ഞ് പറയുകയല്ലാതെ ഇത് എത്ര നാളായി ഇതിങ്ങനെ തുടങ്ങിയിട്ട്? ഞങ്ങൾ ഇവിടെ വന്ന ഒരു 10-12 കൊല്ലമായി. 18 കൊല്ലമായി. 18 കൊല്ലമായിട്ട് ഈ നിങ്ങൾക്കൊരു വഴിയില്ല? റോഡില്ല ഞങ്ങൾക്ക്. അത് ശരി. ഇത് സർക്കാർ തന്ന റോഡ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്, കോളനിക്ക് മാത്രം. അപ്പൊ അവര് ഒരു എതിർപ്പുള്ളതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് റോഡ് വെട്ടാൻ അനുവദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇവിടെ എത്തുന്നത്. തീർച്ചയായിട്ടും നാട്ടുകാരുടെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. നാട്ടുകാരുടെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. റോഡ് അവർ തരികയല്ല. ആ ഒരു വിഷയമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ ഇവിടുത്തെ പൊതുവെ മറ്റു കോളനികളെ പോലെ നല്ല വികസനങ്ങളുണ്ടോ ഈ കോളനിക്കുള്ളിൽ? ഇവിടെ ഇപ്പൊ മനസ്സിലായി, ഇവിടെ ഒരു അംഗൻവാടി ഇല്ല, അതുപോലെ ഒരു 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 ആശുപത്രി സംവിധാനങ്ങളില്ല, സ്കൂൾ സംവിധാനങ്ങളില്ല. അതാണ് സ്കൂളാ, അംഗൻവാടി പഠിക്കുന്ന സ്കൂളായി കിടക്കുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ല ഇവിടെ, ഒന്നുമില്ല. അപ്പൊ സത്യത്തിൽ ഒരു പിന്നെ ആദിവാസി കോളനി എന്നുള്ള പേരേ ഉള്ളൂ, യാതൊരുവിധ വികസനങ്ങളും ഇല്ല. നമ്മൾ ആ പഴയ പോലെ പിന്നെ സാധാരണ ജനങ്ങളായിട്ട് ഇവിടെ ഒതുങ്ങി കിടക്കുക. നമ്മളെ വന്ന് നോക്കാനോ നമ്മളെ സഹായിക്കാനോ ഒരു വ്യക്തികളുമില്ല. 1 ലക്ഷം രൂപയും ഈ ഒരേക്കർ ഭൂമിയും എന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് കയറി വരുന്നുണ്ട്, ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് ഇന്ന് വരെ ആ 1 ലക്ഷം രൂപയും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ഭൂമിയുണ്ട്, അല്ലാതെ ആ പൈസ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല. ഈ പൈസയൊക്കെ ഈ പണ്ടൊക്കെ എവിടെ മറിഞ്ഞെന്ന് എങ്ങനെ മറിഞ്ഞെന്ന്. പിന്നെ ഞങ്ങൾക്ക് അവർ ഈ 1 ലക്ഷം രൂപ തന്നില്ലാലും വേണ്ട കേല. ഞങ്ങൾക്ക് ഇതിലെ റോഡ് ഇതിലെ അക്കരയോട്ട് ഞങ്ങൾക്ക് കയറി പോകാനേ, ഇവിടെ പിന്നെ മേളി ചന്തയിലോട്ടൊന്ന് കയറിപ്പോൻ ആ റോഡൊന്ന് പണിതാൽ. ഞങ്ങളത് വിനീഷ് കുമാർ പിന്നെ MLA-യോട് ഞങ്ങൾ ഇത് പറഞ്ഞതാ. പുള്ളിയും ഇതുവരെ ഇങ്ങോട്ട് നോക്കാനും വന്നിട്ടില്ല. ഈ റോഡിന്റെ കാര്യം ഞങ്ങൾക്കോട്ട് അറിയത്തുമില്ല. അത് നാട്ടുകാരുടേതാ അങ്ങോട്ട് കിടക്കുന്നത്. ആ റോഡ് ഞങ്ങൾക്കൊന്ന് ശരിയാക്കി കിട്ടണം. അതെ, ബന്ധപ്പെട്ട അധികാരികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാരണം ഇവിടെ സാധാരണ മനുഷ്യന് വസ്ത്രം, പാർപ്പിടം, ജലം, വഴി ഇത് അത്യാവശ്യമായ ഘടകമാണ്. പക്ഷേ 18 വർഷമായിട്ട് ഒരു ജനത അവരുടെ താമസ സ്ഥലത്തേക്ക് പോകാൻ വഴിയില്ലാതെ ഭാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വികസനം എന്ന് പറയുന്നത് എന്ത് വികസനമാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ജനത്തിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ കോളനി അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ആ മേഖലയിലേക്ക് പോകാനുള്ള വഴി ശരിയാക്കി കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് അത്യാവശ്യമാണ്. അതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇതൊക്കെയാണ് വേളിമല ട്രൈബൽ കോളനിയിലെ വിശേഷങ്ങളും പരാതികളും പരിഭവങ്ങളും. അതൊക്കെ കേട്ട് വളരെ പ്രയാസത്തോടു കൂടിയാണ് നമ്മളിവിടെ നിന്ന് മടങ്ങുന്നത്. അധികൃതർ എത്രയും പെട്ടെന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഇടപെടണമെന്ന് ഒരു അഭ്യർത്ഥനയോടുകൂടി ഞങ്ങൾ തിരിച്ച് യാത്രയാകുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള ഒരു കോളനിയുടെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.